പ്രശാന്ത്, കേരളത്തിൽ പൊതിച്ചോറ് വലിയ വിവാദമാണ്. പൊതിച്ചോറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് പിന്നെ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയിലാണ് അത് കത്തിക്കയറിയത്. അതിനു മുമ്പ് പൊതിച്ചോറിനിൽ വലിയ ആവേശം കൊണ്ട സഖാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റഹീമും ചിന്തോ ജെറോമും ഒക്കെ. ഉമ്മ കെട്ടിത്തരുന്ന പൊതിച്ചോറ്, അമ്മ കെട്ടിത്തരുന്ന പൊതിച്ചോറ്, അമ്മായി അമ്മ കെട്ടിത്തരുന്ന പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പൊതിച്ചോറിൻ്റെ മറവിൽ എന്തൊക്കെയോ നടന്നു. അതാണ് മുരളീധരനെ ചൊടിപ്പിച്ചതും പ്രസ്താവനയുടെ പിന്നിലുള്ളതും. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഒരു സമവായത്തിലൂടെ അങ്ങ് നല്ല രീതിയിൽ ഒരു പൊതിച്ചോറ് കെട്ടി അങ്ങ് കൊടുത്ത് കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? അതിനകത്തൊരു ആക്ഷേപം വലിപ്പത്തിൽ വന്നായിരുന്നു സാറേ. കാരണം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കഞ്ഞി വീഴ്ത്തുന്നതിന് വേണ്ടി അല്ലെ കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടി, അത് ന്യായമെന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചെയ്യണമെങ്കിൽ ഒരു സ്ഥലം അവിടെ കൊടുത്താൽ, ചെറിയൊരു ഷെഡ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ RSSന്റെ സേവാഭാരതിയുണ്ട്. അവര് ശരിക്കും RSSന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും അവർ 24 മണിക്കൂറും ഈ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. അതിനുവേണ്ടി സന്നദ്ധമായിട്ടിരിക്കുന്ന അവരുടെ സേവന പ്രവർത്തനം ലോകത്ത് മൊത്തവും ചർച്ചയുമാണ്, സന്നദ്ധ സേവനം തന്നെ. അപ്പോൾ അത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനെതിരെ അവിടുത്തെ സൂപ്രണ്ട് ഓഫീസിലേക്ക് 2 ആഴ്ച മുമ്പ്, 1.5 ആഴ്ച മുമ്പ് ഇവിടുത്തെ SDPIക്കാരൻ അത് പൊളിക്കണമെന്ന് പറഞ്ഞൊരു സമരം നടത്തി. അതിനുശേഷമാണ് ജി സുധാകരൻ ഒരു പ്രസ്താവന ഇറക്കി. ഇപ്പോൾ ഇതുപോലെ പൊതിച്ചോറ് കൊടുക്കുന്നതെല്ലാം രാഷ്ട്രീയവൽക്കരണമാണ് മറ്റു പറയുന്നത്. ആ പ്രസ്താവനയുടെ മറപറ്റി അല്ലെങ്കിൽ അതിൻ്റെ പുറകിലാണ് ഈ പൊതിച്ചോറ് ആദ്യം ആലപ്പുഴയിൽ നിർത്തും, എന്നിട്ട് കേരളം മുഴുവൻ നിർത്തുമെന്ന് പറഞ്ഞ് ഒരു മുരളീധരൻ്റെ വർത്തമാനവും ആ വർത്തമാനത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ എങ്ങുമില്ലാത്ത ഒരിടം, നമ്മൾ പറയത്തില്ലേ, ഈ ഒരു കാരണവും മോങ്ങാനിരിക്കുന്ന നായയുടെ തല തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ മോങ്ങാൻ ഒരു കാരണവും ഇല്ലാതെ നോക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് വിഷയം വന്നാലും ആ വിഷയമെല്ലാം എടുത്ത് തിരിച്ചടിച്ച് ആരുടെ തലയിൽ കൊണ്ടുവെക്കുന്ന, നമ്മുടെ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന്റെ തലയെ കൊണ്ട് വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുഖ്യമന്ത്രി അതിന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോഷ്യസിന്റെ രൂപത്തിലും ഈ മുരളീധരന്റെ രൂപത്തിലും VM സുധീറിന്റെ രൂപത്തിലും ഒക്കെ സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് പ്രശ്നങ്ങൾ വരികയും അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു V.D. സതീശനെ കാണും. അപ്പൊ ഇതിനകത്തും ഇത് വലിയ ഒരു ആക്ഷേപത്തിലേക്ക് പോയി. അതിനകത്ത് മറുപടി പറയുന്നത് കെ മുരളീധരന് മറുപടി പറയുന്നത് സാധാരണ ജനങ്ങൾ, ആശുപത്രിയിൽ വരുന്നവർ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർ, സാധാരണക്കാരനായിട്ടുള്ള രീതിയിലേക്ക് ആ സാധനം പ്ലാൻ ചെയ്തൊരു വലിയ സമരമുഖത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നു. കാരണം അതിനകത്ത് കൂട്ടുപിടിച്ച DYFI ആരെ കൂട്ടുപിടിച്ചു? ഞങ്ങളുടെ പൊതിച്ചോറിൻ്റെ കാര്യത്തിൽ ന്യായമായിട്ട് മര്യാദയുള്ളതാണ്, അത് വേണ്ടതാണെന്ന രീതിയിൽ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റു പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ സമരം അല്ലെങ്കിൽ ഈ പൊതിച്ചോറ് വിഷയം ഒരു ജനകീയ വിഷയമായിട്ട് മാറ്റുന്നതിനും അത് ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ ഇത് തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ പൂർണ്ണമായിട്ടും DYFIക്കും ഇടതുപക്ഷത്തിനും കിട്ടുകയും അതൊരു സമരായുധമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യാമെന്ന് വരുന്ന സമയത്താണ് V.D. സതീശൻ്റെ ശരിക്കുമുള്ള കഴിഞ്ഞ ദിവസത്തെ അയാളെ എനിക്കതിനകത്ത് ഞാൻ പല കാര്യത്തിനകത്ത് നിരന്തരം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ആ പത്രസമ്മേളനം അത് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളൂ. ചോറ് കൊടുക്കുന്നതിനും പൊതിച്ചോറ് കൊടുക്കുന്നതിനും അന്നദാനം കൊടുക്കുന്നതിനും ഒന്നും എതിര് പറയാൻ പറ്റത്തില്ല, ആരായാലും എതിര് പറയത്തില്ല. അല്ല, പിന്നെ ഭക്ഷണമാണ്, അതിനകത്ത് അതിനെ നിന്ദിക്കത്തില്ല. പക്ഷെ അതിനകത്ത് ചില അപകടം എവിടെയോ പതിയിരിക്കുന്നുണ്ട് എന്നാണ് മുരളീധരൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഭക്ഷണം കൊടുക്കുന്നവനെ നമ്മൾ പണ്ട് പറയാറില്ലേ, പിന്നെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് അല്ലേ, ഇടത് കൈ പോലും അറിയരുത്. ഇത് പിന്നെ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ല, അത് ഉറപ്പായിട്ടും ചെയ്യുമല്ലോ സാറേ. രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ ഇപ്പൊ സേവാഭാരതി ചെയ്യുമ്പോൾ അവര് ഒന്നും അല്ലെങ്കിൽ അവന്റെ ഒരു എന്ത് പറയുന്നത് ഈ കാവി കളർ അല്ലെങ്കിൽ സേവാഭാരതി പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പിണറായി വിജയൻ എന്താണ് അല്ല അതാ ഞാൻ പറയാൻ ഒരു ചിഹ്നവും ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയാം. മതചിഹ്നം ഉണ്ടാക്കാൻ പറയുന്നത് സേവാഭാരതി ഉദ്ദേശിച്ച അതാണ്. അതിനകത്തുനിന്ന് പിന്തിരിയേണ്ടി വന്നു കേൾക്കും, മനസ്സിലായില്ലേ? അപകടം എന്ന് പറഞ്ഞാൽ ഈ സേവാഭാരതി ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളിത് പറയുമ്പം ഉദ്ദേശിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വേറെ ചിലരുടെ പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ഉദ്ദേശിച്ചത്. അതായത് ന്യൂനപക്ഷ പിന്തുണയാണല്ലോ ഇതിന്റെ എല്ലാം പുറകിൽ. ഇപ്പൊ ഈ മുരളീധരന്റെ പറച്ചിലിന്റെ പുറകിലും ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ SDPIക്കാരന്റെ ഒരു ആവശ്യം, ഒരു ന്യായമല്ലാത്ത ആവശ്യം അത് നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പായിട്ട് അത് വന്നത്. അന്നും ന്യൂനപക്ഷം, അപ്പൊ ന്യൂനപക്ഷത്തിന്റെ പെരക്കകത്ത് കയറി അവന്റെ ചെളി തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന
സേവാഭാരതി അന്ന് കണ്ടത്. മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ സ്ഥലം കയ്യേറൽ പരിപാടി ഉണ്ട്. സ്ഥലം കയ്യേറൽ പരിപാടി ഡിവൈഎഫ്ഐക്കും ഉള്ളതാ. പക്ഷെ സേവാഭാരതി പരിശോധിക്കുമ്പോൾ അതില്ല. നമ്മള് ന്യായം പറയണമല്ലോ. ഞാനിപ്പോ സേവാഭാരതിക്കാരനൊന്നുമല്ല, എനിക്കൊരു സേവാഭാരതിക്കാരനെ അറിയത്തുമില്ല. പക്ഷെ സേവാഭാരതിയെ പരിശോധിക്കുമ്പോൾ അതില്ല. മനസ്സിലായി. ഡിവൈഎഫ്ഐക്കാരനും SFIക്കാരനും ഉണ്ട്. അതിലെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അന്ന് നമ്മളെ ഇപ്പം രാജേഷ് ചാലയിലും അന്ന് കോവിഡിന്റെ കാലത്ത് തൽക്കാലത്തേക്ക് ഡെസ്ക് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിരുന്നത് പിന്നെ അടിച്ചുകൂട്ടി ഓഫീസാക്കിയില്ലേ. ഇപ്പം വി രാജ് വന്നാൽ അത് പൊളിച്ചെടുത്തോണ്ട് പോയത്. അപ്പൊ വേറൊന്നുണ്ട് കേട്ടോ ഈ അന്നദാനത്തില്. നമുക്ക് ശബരിമലയിലെ ഒരു കാര്യത്തിലേക്ക് പോകണം. ശബരിമലയിൽ പണ്ട് ആർക്കും അന്നദാനം നടത്താം. പ്രശാന്തിന് അതിനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ ഭക്ഷണം ഭക്തർക്ക് വിളമ്പാം, കൊടുക്കാം. പക്ഷേ അങ്ങനെ ആന്ധ്രയിൽ നിന്ന് വന്നവരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും ഒക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനകത്ത് വേറെ ചില അപകടം ഉണ്ട് എന്ന് കോടതി മനസ്സിലാക്കി. എന്തെങ്കിലും ഞാനിപ്പോ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ശബരിമല. ശബരിമലയിലെ വെള്ളം കൊണ്ടുവരുന്നത് കുന്നാർ ഡാമിൽ നിന്നാണ്. അതായത് ശബരിമലയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ കൊടുംവനത്തിൽ നിന്നാണ്. തീർത്ഥാടന കാലത്ത് ഈ കുന്നാർ ഡാമിന് ചുറ്റും വൻ സുരക്ഷാ സംവിധാനമാണ്. അവിടെ എന്തെങ്കിലും കലക്കിയാൽ പോരെ. അതുകൊണ്ട് കോടതി ഇടപെട്ടു. ഇത് അങ്ങനെ ആർക്കും കണ്ടവർക്ക് ആരും കയറി അന്നദാനം വേണ്ട, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് ചെയ്താൽ മതി, അന്നദാനം നടത്തണമെന്നുള്ളവർക്ക് ദേവസ്വം ബോർഡിൽ പണം അടയ്ക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ വേറെ അന്നദാനം ഇല്ലല്ലോ, ആരും അവിടെ നടത്തുന്നില്ല. അപ്പൊ ഇങ്ങനൊരു അപകടം മുരളീധരൻ ഇവിടെ ആശുപത്രിയുടെ അവിടെയും കണ്ടോ? അല്ല, അത് ഉണ്ടെന്ന് അത് സാധ്യത കുറവായിരിക്കും. പക്ഷെ അതിന്റെ എല്ലാം അങ്ങനെ വരുമ്പം അത് രീതി കണ്ടുപിടിച്ചാൽ അതിന്റെ അപകടം ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, ഈ കൊടുക്കുന്നവർക്കുണ്ടല്ലോ. കോൺഗ്രസ് എന്തായാലും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ പക്ഷെ നെയ്യാറ്റിൻകര ഭാഗത്ത് ഈ അന്നദാനം കോൺഗ്രസിന്റെ വിചാർ വിഭാഗം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, വിചാർ വിഭാഗം. അവർ ചർച്ചയും മറ്റു കാര്യങ്ങളുണ്ട്. അവർ നെയ്യാറ്റിൻകര ഭാഗത്ത് വളരെ ശക്തമാണത്. അല്ല, അത് ആരായാലും ഈ ഒരു കാര്യം നല്ലതാണ്. നമ്മൾ ഇതിനകത്ത് ആരും അത് പ്രശംസിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് സാറ് വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടത്, നമ്മള് നടന്നു പോകുമ്പം ഈ പലവട്ടം ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന് ആവശ്യക്കാരുണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം നേരിട്ട് ബോധ്യപ്പെട്ടത്. നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. പിന്നെ അത് വളരെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ തന്നെ ഇരിക്കുന്നത്. അതായത് അവിടെ വന്ന് പെട്ടുപോയിട്ട് 2-3 ദിവസം ഹോൾഡായി പോയി നിരന്തരം കൂലിപ്പണിക്ക് പോയിട്ട് വരുമാനം ഉള്ളവനാണ്. കൂലിപ്പണിക്ക് പോകുമ്പോൾ അവന് ഈ പറയുന്ന പോലെ 10,500 രൂപയും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുമ്പിള്ള പോകുന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടുമായിരിക്കും. പക്ഷെ അത് അവർക്ക് ഈ പൈസ മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇത് ഈ അന്ന് കിട്ടുന്ന അന്ന് പോയിട്ട് തന്നെ തീരും. പിറ്റേന്ന് രാവിലെ ചായ കുടിക്കാൻ കടം മേടിക്കേണ്ട രീതി അവരുടെ മണി മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തൻ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ അവന് ഭർത്താവ് അവിടെ അല്ലെങ്കിൽ ഭാര്യ അവിടെ കിടക്കുക, ഭർത്താവിനോട് ഇരുന്നല്ലേ വെക്കും ബൈസ്റ്റാൻഡർ. പിന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ വരുമാനമില്ല, അവനെവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? ആ കഴിക്കാൻ മാർഗമില്ലാത്തപ്പോൾ ഇതൊരു ആശ്വാസം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇത് കൊണ്ടു ചെല്ലുന്ന ഭക്ഷണം വളരെ ശുദ്ധമായ ഭക്ഷണവുമാണ്, മറ്റു മായമൊന്നുമില്ല. പക്ഷെ തൊട്ട് ഈ മെഡിക്കൽ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും ഒക്കെ ചുറ്റിനുമുള്ള ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് വളരെ മോശം. വൃത്തി എന്ന് പറയുന്ന ഒന്നില്ല, കഴുത്തറപ്പനും അവിടെ ഒരു മര്യാദ. പക്ഷെ ഇത് ഓരോ പൊതിക്കും ഏറ്റവും വിശേഷപ്പെട്ട ഫുഡ്. പണ്ട് ഞാൻ പറഞ്ഞുതരാം, കേട്ടാ ചിരിക്കണ്ട. അപ്പം നമ്മൾ പണ്ട് പൊതിച്ചോറ് ഈ സമ്മേളനങ്ങൾ കളക്ട് ചെയ്യുമായിരുന്നു. സമ്മേളനം കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പൊതിച്ചോറിനകത്ത് ഒരു തെരച്ചിൽ നടത്തും. മനോരമ പത്രം വിട്ട പൊതിച്ചോറ്, അതിനകത്ത് മുട്ട മീനും ഉറപ്പാണ്. അതായത് ദേശാമനി പത്രം ഇട്ട് പൊതിച്ചോറ് ആർക്കും വേണ്ട. ഇത് ചിലപ്പോ പാവത്തുങ്ങളുടെ വീട്ടിലെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? മനോരമ ഇട്ട മനോരമ ഒന്നെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും, അച്ചായന്മാരായിരിക്കും. അപ്പൊ അതിനകത്തൊന്നും ആരും വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ സാറിന്റെ വീട്ടിൽ വന്ന് ഞാൻ പറയാം, സാറേ നാളെ ഇതുപോലെ നമ്മുടെ സംഘടനയുടെ പരിപാടി ഒരു 3 പൊതിച്ചോറ് തന്നെ. അപ്പൊ സാറിന്റെ വീട്ടിലുള്ളതിനെക്കാട്ടി അന്നത്തെയാണ് പിള്ളേരെ ചോദിച്ചില്ലേ, സാറ് ചിലപ്പം എന്നും ഇല്ലാത്തതിനെക്കാട്ടി ഒരു മീനും ഒക്കെ വറുത്ത് ഒരു മുട്ടയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം വൃത്തിയായിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലും ഈ പൊതിച്ചോറിനകത്ത് ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുവരുമ്പോൾ അതിനകത്തൊന്നും തിരഞ്ഞെടുക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പൊതിച്ചോറിനകത്ത് ഗവൺമെന്റിന് വരാൻ പോകുന്ന വീഴ്ചയും മന്ത്രിക്ക് വരാൻ പോകുന്ന വീഴ്ചയും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രതിപക്ഷത്തിന്റെ ഗുണവും അല്ലെങ്കിൽ മന്ത്രി ഇതിനകത്ത് എന്തിനിടപെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചയും വന്ന സമയത്താണ് വളരെ വിദഗ്ധമായിട്ട് പൊതിച്ചോർ കൊടുക്കേണ്ടതാണ്. എന്നാൽ സാറി പറഞ്ഞതുപോലെ അതിനകത്ത് അപകടങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒരു കൃത്യമായിട്ട് എതിർപ്പില്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കണ്ടത്. അത്
വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ ഇതിന് പരിഹാരമായിട്ട് സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം പിന്നെ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ. അതിന് എത്ര രൂപ ചെലവ് വരും? സാർ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ കോവിഡ് സമയത്തൊക്കെ അത്യാവശ്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിന് എന്തോ ചെലവ് വരുന്ന സാറി പറയുന്നത്. ഇവര് 40,000 പൊതിച്ചോറ് DYFI ഇപ്പൊ ഓരോ ദിവസവും കളക്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കുള്ള ഒരു ദിവസം 40,000 കേരളത്തിലുള്ള 40,000 പൊതി ഒന്ന് കണക്ക് കൂട്ടിയാൽ എത്ര ചെലവ് വരും? ഇത് 40,000 ഇത് പോയി ഓട്ടോയിൽ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പിള്ളേർ ഇന്ന ഏരിയയിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് കളക്ട് ചെയ്യുക. ഇതിന് എന്തോ ചെലവ് വരും? ഇത് ഇത്രയും വലിയൊരു സംഘടന ആയതുകൊണ്ടാണല്ലോ ഇന്ന് ഓട്ടോയ്ക്കകത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് കൊടുക്കാനൊക്കെ ആളുണ്ടായിരുന്നത്. ഇത് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് MM മണിക്ക് അറിയത്തില്ലായിരുന്നു പൊതിച്ചോറ് DYFIക്കാരാണ് വിതരണം ചെയ്തതെന്ന്. അത് വാങ്ങിച്ച് മണിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാല് നീയൊക്കെ മറ്റേ കുത്തി കൊടുത്തല്ലോ എന്നുള്ളത്. പക്ഷെ അവര് മറ്റേടത്ത് തന്നെ കുത്തിയത്. അതാ പറഞ്ഞേ, ഈ വിഷയം വന്നപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്, പൊതിച്ചോറ് മേടിച്ചത് ഇന്നാളുടെ കയ്യിൽ നിന്നാണ് ബോധ്യപ്പെട്ട് വോട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ വട്ടിയൂർക്കാവിൽ MLA ആവത്തില്ലായിരുന്നു, K. മുരളീധരൻ മന്ത്രിയും ആവത്തില്ലായിരുന്നു. അപ്പൊ അവരങ്ങനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും VD സതീശൻ വളരെ കൃത്യമായിട്ട്, അല്ലെ വ്യക്തതയുള്ള, വളരെ ദീർഘവീക്ഷണമുള്ള, അല്ലെങ്കിൽ ഉള്ള രാഷ്ട്രീയക്കാരൻ എന്ന് നമുക്കൊന്നുകൂടി പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.